ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാനായിട്ട്. പക്ഷെ വെച്ച് വന്നപ്പോൾ ഇതെൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആയി കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, പെരുംജീരകം, മസാല, ചില്ലി ഫ്ലേക്സ്, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ചുട്ട തേങ്ങ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് സവാളയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എന്നായിരുന്നു ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിവിടെ അത് ഓർക്കാതെ നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ. അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. അപ്പോൾ ഞാൻ അരച്ചെടുത്തത് മാറ്റി വെച്ചിട്ട് അതേ ജാറിൽ തന്നെ ഇട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതെന്തായാലും ചതച്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി എണ്ണയൊന്ന് ചൂടായ സമയത്ത് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാമേ. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മളിത് ആദ്യം അരച്ചു വെച്ച് ആ പേസ്റ്റ് ഉണ്ടല്ലോ, സവാള, കറിവേപ്പില, എല്ലാത്തിനും കൂടെ മിക്സ്, അത് ചതച്ചായിരുന്നു എടുക്കേണ്ടത്. പക്ഷെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരച്ചു വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ്, പിന്നെ ബാക്കി പൊടികളുണ്ടല്ലോ, മസാല, മഞ്ഞപ്പൊടി, ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. അപ്പോൾ അത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചതച്ചു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. അപ്പോൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം, ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്ക് അബദ്ധം പറ്റിയെങ്കിലും ഇതിൻ്റെ ഗ്രേവിക്ക് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല, തേങ്ങയുടെ മിക്സൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാമേ. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർക്കുന്നില്ല. വെറുതെ നമ്മൾ പാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. കാരണം ഈ ചിക്കൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ ഗ്രേവിക്ക്. പിന്നെ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടത് ഗ്രേവിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.